നമ്മുടെ ദേവസ്വം ബോർഡ് മന്ത്രിയായ കെ മുരളീധരൻ ഇതൊന്ന് ശ്രദ്ധിച്ച് കാണണം. നമ്മുടെ തിരുവനന്തപുരത്ത് തിരുവല്ലം പരശുരാമ ക്ഷേത്രത്തിലെ അവസ്ഥയാണ് ഈ കാണുന്നത്. എന്റെ അച്ഛൻ മരിച്ചിട്ട് 16 വർഷമായി. ഞാൻ ഈ 16 വർഷവും അവിടെ തന്നെയാണ് പോയി ബലിയിടുന്നത്. 16 വർഷം മുമ്പ് ഞാൻ ബലിയിടുമ്പോൾ 30 രൂപയായിരുന്നു ചാർജ്. അത് കൂടി 100 രൂപ ആയിട്ടും അവിടുത്തെ അവസ്ഥയ്ക്കൊന്നും വേറെ ഒരു മാറ്റവും ഇല്ല. ഈ 16 വർഷം മുമ്പ് എങ്ങനെയായിരുന്നു അമ്പലം, അതീന്നും കേവലം കെട്ട അവസ്ഥയിലാണ് ഇപ്പൊ ഈ കിടക്കുന്നത്. അവിടെ നിന്ന ഉദ്യോഗസ്ഥനോട് ഈ അവസ്ഥയെ പറ്റി പറഞ്ഞപ്പോ അദ്ദേഹം പറഞ്ഞ മറുപടിയാണ് കോമഡി. ഞാൻ പുള്ളിക്കാരനോട് പറഞ്ഞു, കഴിഞ്ഞ വർഷം വന്നപ്പോഴും ഇതേ പലക ഇതേപോലെ ഇളകിയിരിക്കുകയാണ്, ഇതിനൊരു മാറ്റം വേണ്ടേന്ന്. അപ്പൊ പുള്ളിക്കാരൻ പറയുകയാണ്, അടുത്ത വർഷം വന്നാൽ ഇതൊക്കെ തന്നെ ആയിരിക്കും അവസ്ഥ, വേണമെങ്കിൽ ബലിയിട്ടിട്ട് പോടാന്ന്. അങ്ങനെ വേണമെങ്കിൽ ഇട്ടിട്ട് പോവാൻ നമ്മൾ അവിടെ ഓശാരത്തിനൊന്നും അല്ലല്ലോ പോകുന്നത്. ആ അമ്പലത്തിൽ വരുന്ന ഒരു ദിവസത്തെ വരുമാനത്തിന്റെ ഒരംശം ചെലവഴിച്ച ഇതിനൊക്കെ ഒരു പരിഹാരം ഉണ്ടാവും. ബലിയിട്ടതിന് ശേഷം അവിടുത്തെ ബലിക്കടവിലോട്ട് ഇറങ്ങി ഒന്ന് കാലങ്ങാനം കഴുകിക്കഴിഞ്ഞാൽ ശിഖലയല്ല വേറെ വല്ല അസുഖം കൂടെ പിടിക്കും. ലക്ഷങ്ങൾ വരുമാനമുള്ള ഈ അമ്പലത്തിന്റെ അവസ്ഥ ഇങ്ങനെ ആയിട്ടും ആരും തിരിഞ്ഞു നോക്കാത്തതിന്റെ കാര്യം എന്താണ്?